ലാസ്റ്റ് ക്ലാസ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്, സാധാരണ പലിശ. അത് നമ്മൾ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് കൂടി ഉണ്ട്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശയിലേക്ക് പോണത്. അപ്പൊ ഇത് നമ്മൾക്ക് കുറച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോ നമ്മൾക്ക് ഇവിടെ കുറച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ സാധാരണ പലിശ നമ്മൾ ചെയ്തു, കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ചില എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ അവർക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഗുണിക്കലും കരിക്കലും ഒക്കെ വരുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് പ്രോബ്ലം തെറ്റിപ്പോകുന്നവരുണ്ട്. അപ്പൊ നമ്മൾ നിങ്ങൾ ബേസിക് ആയിട്ട് I=PNR/100 കൂട്ടുപലിശ കാണാനുള്ള ഫോർമുല ഉണ്ട്. അത് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു വെച്ചിട്ട് അതിന്റെ കാൽക്കുലേഷൻ അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരത്തേക്ക് എത്താന്നുള്ളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾ ഗുണിക്കുമ്പോൾ ശരിയാവണില്ലേ? നിങ്ങൾ ഗുണിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോകും. കാരണം കുറച്ച് വലിയ വലിയ നമ്പറുകളൊക്കെ ആയിരിക്കും. കൂട്ടുപലിശയുടെ പ്രത്യേകതയാണ് നമ്മൾ കുറച്ച് വലിയ വലിയ നമ്പറുകളൊക്കെയാ ഗുണിക്കും ഹരിക്കുകയൊക്കെ ചെയ്യണേ. അപ്പൊ അതിന്റെ പേരിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാം. നമ്പറുകൾ ഇട്ട് എന്തുകൊണ്ടാണ് ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും തെറ്റിപ്പോണെന്നുള്ളത് നോക്കി കണ്ടുപിടിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അതായത് ഒരു തുക സാധാരണ പലിശ പ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി. ഇത് മുടക്ക് മുതലിന്റെ 10 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? ഇതാണ് നമ്മുടെ ചോദ്യം. സാധാരണ പലിശ പ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി മുടക്ക് മുതലിനെ 10 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? അതിനൊരു ഫോർമുല ഉണ്ട് ഈ ടൈപ്പ് പ്രോബ്ലംസിന്. അതിന് ഫോർമുല താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു തുക സാധാരണ പലിശ ക്രമത്തിൽ X വർഷം കൊണ്ട് ഇരട്ടിയായി അത് മുടക്ക് മുതലിനെ N ഇരട്ടിയാകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? N-1 ഇൻറ്റു X എന്നുള്ള ഫോർമുല ഉപയോഗിക്കണം. അപ്പൊ N-1 ഇൻറ്റു X സമയം കൊണ്ടാണ് ഒരു തുക, അല്ലെ? അതായത് ഒരു X വർഷം കൊണ്ട് ഇരട്ടിയായ തുക മുടക്ക് മുതലിന്റെ N ഇരട്ടിയാകണമെങ്കിൽ N-1 ഇൻറ്റു X സമയം വേണം. ഈ ഒരു ഫോർമുല ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനും ഈ പറഞ്ഞ ഫോർമുല നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലായോ? ഇവിടെ X എന്താ വരുന്നത്? X 5ഉം N എന്ന് പറയുന്നത് നമുക്ക് 10 വരണേ. മനസ്സിലായോ? N ഇരട്ടിയാകാൻ 10 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? ഈ ഒരു ഫോർമുലയാണ് നമുക്ക് വരുന്നത്. ക്വസ്റ്റ്യനും ഫോർമുല എഴുതിക്കോ, എന്നിട്ട് ചെയ്തു ഉത്തരം പറഞ്ഞേ എത്രയാ വരാന്ന്. ആൻസർ ഈസ് ഓക്കെ. റെഡി. വിവോ, റെഡ്മി. ഓക്കെ, ഈ ഫോണിന്റെ പേരുള്ളവരൊക്കെ നിങ്ങളുടെ പേര്, ഫോണിന്റെ പേരുമായിട്ട് നിങ്ങളുടെ സ്വന്തം പേര് അതിനകത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് വരും ഇവിടെ? നമ്മള് N നമുക്ക് 10 10 - 1 ഇൻറ്റു 5 ഈക്വൽ ടു 9 ഇൻറ്റു 5 ഈക്വൽ ടു 45 അല്ലേ? ഓക്കെ, ഇത്രയും ഇപ്പൊ നിങ്ങള് ചിലർക്ക് സംശയമാണ് ഇത് പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ ഇത്രയും ഫോർമുല എങ്ങനെ ഓർത്ത് വെക്കും? ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിന്റെ ബേസിക് ഫോർമുല ഓർത്ത് വെക്കുക. നമുക്ക് റയർ ആയിട്ടാണ് ഇങ്ങനെ ചോദ്യങ്ങൾ വരണത്, പക്ഷെ അത് റാങ്ക് മേക്കിംഗ് ആയിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മള് നിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ടൈപ്പും നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഫോർമുലകളും വെച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും ഓരോ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തു പോണത്. അപ്പൊ ബേസിക് ഫോർമുല കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക, അതിന്റെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് PYQ ഇടുമ്പോൾ PYQ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ഏത് ഏരിയയിൽ നിന്നാണ്, ഏത് ടൈപ്പ് പ്രോബ്ലംസ് ആണ് സാധാരണ കൂടുതലായിട്ടും വരുന്നത്. നമ്മളിങ്ങനെ കോംപ്ലിക്കേഷൻ ഉള്ളതും അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ ഓർത്തിരിക്കുന്നതായ ഫോർമുല വരുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഒരു മെയിൻസ് ലെവലിലോ ഡിഗ്രി ലെവലിലൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ PYQ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരുമ്പോൾ അത് ചെയ്യുമ്പോൾ ചിലർക്ക് അത് ബുദ്ധിമുട്ടുണ്ട്.
പ്രത്യേകിച്ച് PSC-കാരുടെ കാര്യം. അപ്പൊ മാത്സിന്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലര്. അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ് വെക്കുന്നതായിരിക്കും. PYQന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു ക്ലാസ് നമ്മൾ എന്തായാലും വെക്കുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നിങ്ങൾ ചെയ്ത് വെക്കുക കേട്ടോ. എക്സ്ട്രാ ഫോർമുലകൾ നമ്മൾ പറയണത് എല്ലാം ഓർത്ത് വെക്കാൻ പറ്റില്ല. അതിനുള്ള ടെൻഷൻ നിങ്ങൾ വിട്ട് കളയാം. PYQ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഏത് വഴിക്കാ പോണേന്നുള്ളത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ PYQ തരണേ. ഈ പഠിക്കുന്ന സാധനം നമ്മൾ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ എക്സാം ഹോളിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ ലെവലിൽ നിങ്ങളെ പ്രാപ്തരാകാൻ വേണ്ടിയിട്ടാണ് ഈ PYQ തരണത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ 45 വന്നു. ഓക്കെ അല്ലേ? അടുത്തേക്ക് പോവാം. ആദ്യ വർഷം 7%, രണ്ടാം വർഷം 5%, മൂന്നാം വർഷം 9%, നാലാം വർഷം 4% പലിശ നിരക്കിൽ 20,000 രൂപയ്ക്ക് 4 വർഷത്തെ സാധാരണ പലിശ എന്ത്? നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെ കാണാം നോക്കി നോക്കി. നമുക്ക് ആകെ നമുക്ക് മുതൽ എത്രയാണ്? നമുക്ക് 20,000 രൂപയാണ് അല്ലെ? നമ്മൾ P എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുതൽ എന്ന് പറയുന്നത് 20,000 രൂപയാണ് അല്ലെ? ഫസ്റ്റ് ഇയറിൽ എങ്ങനെയാ നമുക്കിത് ചെയ്തെടുക്കാം? ഒരു എളുപ്പവഴിയുണ്ട്, അല്ലാതെയും ചെയ്യാം. നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും വർഷത്തെ പലിശ നമുക്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ട് അല്ലെ? 4 വർഷത്തെ പലിശ സെപ്പറേറ്റ് കണ്ടിട്ട് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലിശ കിട്ടും. അങ്ങനെ നിങ്ങളൊന്ന് കണ്ടുപിടിക്ക്, അതിനുശേഷം ഉത്തരം പറയാം. അതിനുശേഷം നമുക്ക് അതിന്റെ എളുപ്പവഴി പറയാം. ഓക്കെ, ആൻസർ വന്നു. ഞാൻ ഫസ്റ്റ് തന്നെ ഫോർമുല പറയാത്ത എന്താ പറയുക, നമുക്ക് ഈ ഫോർമുലകളെല്ലാം ഓർത്ത് വെക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് എക്സാം ഹോളിൽ നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റാം. നമ്മൾ അല്ലാണ്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കണം ആദ്യം തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ ഫോർമുലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകും. ഫോർമുലകള് തീരെ നിവൃത്തിയില്ലാത്ത ഫോർമുല, ബേസിക്കായുള്ള സാധനം മാത്രം പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടേതായ ലോജിക്കും ട്രിക്കും വെച്ച് മുന്നോട്ട് കൊണ്ടുവരായിരിക്കും എപ്പോഴും നല്ലത്. ഇത് എല്ലാവർക്കും ഓർത്ത് വെക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ആ ഒരു സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ 5,000 വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്കിത് 20,000 ഇൻറ്റു ആദ്യത്തെ വർഷമാണെങ്കിൽ 7/100 എന്ത് വരും? ഇവിടെ 7 14 1400 രൂപ വരും ആദ്യത്തെ വർഷം. സെക്കൻഡ് ഇയറിലോ? സെക്കൻഡ് ഇയറില് നമുക്ക് 5% പലിശ. അപ്പോ കണ്ടില്ലേ, 1000 രൂപ നമുക്ക് പലിശ വരും. തേർഡ് ഇയറില് എന്ത് വരും? തേർഡ് ഇയറില് പലിശ വരുന്നത് എത്രയാ? 9% പലിശ വരും അല്ലെ? കട്ട് ചെയ്ത് കളഞ്ഞു. 1800 വരും. ഫോർത്ത് ഇയറിൽ നമുക്ക് വരുന്നത് എത്രയാ? 4% പലിശ വരും അല്ലെ? 4/100 4% പലിശ, അങ്ങനെ 800 രൂപ വരും. ഇപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയേ എത്ര വരണം നോക്കി. 1400, 1000, 1800, 800. ഇതെല്ലാം കൂടി എത്ര വരും? 0 0 8 16 16 4 20 0 ബാക്കി 2 3 2 5000 വന്നു അല്ലെ? ഇപ്പൊ നമുക്ക് 5000 ആൻസർ വരും. ഇനി നമുക്ക് എളുപ്പത്തിലുള്ള വഴി എന്താന്ന് വെച്ചാല്, നമ്മൾ ഓരോ വർഷവും വ്യത്യസ്തങ്ങളായ പലിശ നിരക്കാണെങ്കിൽ, നമ്മൾ പറയുന്നത് സാധാരണ പലിശയുടെ കാര്യമാണ് കേട്ടോ. നമ്മൾ സാധാരണ പലിശ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും വ്യത്യസ്ത പലിശ നിരക്കാണെങ്കിൽ പലിശ നിരക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു വർഷത്തെ പലിശയായിട്ട് കണക്കാക്കിയാൽ മതി. മനസ്സിലായോ? അതായത് ഓരോ വർഷവും വ്യത്യസ്ത പലിശയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ പലിശയും കൂടി കൂട്ടി ഒറ്റ പലിശയായിട്ട് കാണാം. അതായത് ഇപ്പൊ 7 + 5 + 9 + 4 ഇത് കൂട്ടാം. എത്ര കിട്ടും? 5 7 12 12 9 21 21 4 25 25% പലിശ. നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം? 20,000 ഇൻറ്റു 25/100 കണ്ടില്ലേ? അപ്പൊ എത്രയാ വന്നേ? 25 × 2 50 5000 രൂപ വരും. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ എളുപ്പവഴി. ഇത് ഓർത്തിരിക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോ ഈ പ്രോബ്ലം ഇത് എഴുതി വെച്ചോളൂ. അതായത് ഓരോ വർഷവും വ്യത്യസ്ത പലിശ നിരക്കാണെങ്കിൽ ഇവിടെ എഴുതി വെക്കണം. എഴുതി വെക്കാം. ഓരോ വർഷവും
വ്യത്യസ്ത പലിശ നിരക്ക് ആണെങ്കിൽ ഇവ കൂട്ടിയ ശേഷം ഒരു വർഷത്തെ പലിശ കണക്കാക്കണം. ഒരു വർഷത്തെ പലിശ കണക്കാക്കണം. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യം. ഓക്കെ, 25% പലിശ എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഓക്കെ അല്ലേ? വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ആണ്. അടുത്ത, ഒരു നിശ്ചിത തുക 3 വർഷം കൊണ്ട് 2600 രൂപയും 4 വർഷം കൊണ്ട് 2800 രൂപയും ആയാൽ മുതൽ എത്ര? 3 വർഷം കൊണ്ട് 2600 രൂപയും 4 വർഷം കൊണ്ട് 2800 രൂപയും ആയാൽ മുതൽ എത്ര? ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഫോർമുല ഉണ്ട്. ഫോർമുലയെക്കാളും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ചെയ്ത് നോക്കിയേ. വർഷം കൊണ്ട് 2600 രൂപയും 4 വർഷം കൊണ്ട് 2800 രൂപയുമായി. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? യെസ്, അവിടെ നീണ്ട പേരുള്ള ഒരാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആ നീണ്ട പേരുള്ള ആൾക്ക് പേരൊന്ന് മാറ്റിയിടാൻ പറ്റുമോ? ക്രിസ്റ്റി, ഓക്കെ, 2000. ബിസ്മി, ഓക്കെ. ആൻസർ കിട്ടിയില്ലേ? ഞാൻ ആൻസർ കിട്ടാത്തവർക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളോട് പറഞ്ഞു 3 വർഷം കൂടെ 2600 രൂപയും 4 വർഷം കൂടെ 2800 രൂപയുമായി. അപ്പോ 3-ാമത്തെ വർഷം വരെ ഉള്ള പലിശയും മുതലും കൂടി 2600 ആണ്. 4-ാമത്തെ വർഷം വരെയുള്ള പലിശയും മുതലും കൂടിയിട്ട് 2800 രൂപയാണ്. അങ്ങനെയെങ്കിൽ ഒരു വർഷത്തെ പലിശ സമം എന്താണ്? ഈ 4-ാമത്തെ വർഷത്തെ എന്ന് പറഞ്ഞാൽ 2800-ഉം 3 വർഷം വരെയുള്ള തുകയും തമ്മിൽ കുറച്ചാൽ എന്ത് കിട്ടും? 200 രൂപ എന്ന് കിട്ടും. അതായത് ഒരു വർഷത്തെ പലിശയാണ് 200 രൂപ. അപ്പൊ ഈ 3 വർഷത്തെ പലിശ എത്രയായിരിക്കും? 3 വർഷത്തെ പലിശ എത്രയായിരിക്കും? 3 വർഷത്തെ പലിശ 3 വർഷത്തെ പലിശ എത്രയാ? 3 × 200 600 രൂപ അല്ലെ? 3 വർഷത്തെ പലിശ കിട്ടി. 3 വർഷം കൊണ്ട് തുക 2600 രൂപ ആയി എന്ന് പറയുമ്പോ 3 വർഷത്തെ പലിശ 600 രൂപ കൂടിയിട്ടുണ്ട്. അപ്പൊ മുതൽ എത്ര? 3 വർഷത്തെ പലിശ നമ്മൾ എന്ത് ചെയ്യണം? 3 വർഷത്തെ പലിശ ഈ പറഞ്ഞ 2600-ൽ നിന്ന് കുറയ്ക്കണം. 2600 മൈനസ് 600 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 രൂപ കിട്ടും. ഈ 2000 രൂപയാണ് നമ്മുടെ മുടക്ക് മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ? നമുക്ക് ഓരോ വർഷവും കൂട്ടുപലിശ എന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു എമൗണ്ട് കൂടി പോകും എല്ലാ വർഷവും അല്ലെ? അപ്പൊ അത് 3 വർഷം കൊണ്ട് 2600 ആയി, 4 വർഷം കൊണ്ട് 2800 ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷം 200 രൂപ വെച്ചിട്ടാണ് പലിശ കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പലിശ എമൗണ്ട് നമുക്ക് മൊത്തം എമൗണ്ടിൽ നിന്ന് കുറയ്ക്കുമ്പോ നമുക്ക് എന്ത് കിട്ടി? മുടക്ക് മുതൽ 2000 രൂപ കിട്ടി. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അടുത്ത പ്രോബ്ലത്തേക്ക് പോട്ടെ. അല്ല, അടുത്ത പ്രോബ്ലത്തേക്ക് പോണതിന് മുന്നേ ഒരു ഫോർമുല ഉണ്ട്. പിന്നെ ഫോർമുല പറഞ്ഞുതരാം. നമുക്കിങ്ങനെ തുക കാണേണ്ടി വരുമ്പോ, അതായത് നമുക്ക് മുതൽ കാണേണ്ടി വരുമ്പോ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. പറഞ്ഞുതരാം, നിങ്ങൾ എഴുതി വെച്ചോളൂ. A1
T2 minus A2 T1 divided by A2 മൈനസ് A1 ആണ്. അപ്പൊ ഇതിൽ A1 A2 എന്തായിരിക്കും? A1 A2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ തുകകളാണ്. മനസ്സിലായോ? ആദ്യത്തെ തുകയും രണ്ടാമത്തെ തുകയും. അപ്പൊ ഇവിടുത്തെ കേസിൽ A1 എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ 3 വർഷത്തെ തുകയാണ് പറയണത്, 2600. A2 എന്ന് പറയുമ്പോഴോ നമ്മൾ 4 വർഷത്തെ തുകയാണ് പറയുന്നത്, രണ്ടാമത് പറയുന്ന തുക. T1 എന്ന് പറയുമ്പോഴോ ആദ്യം നമ്മൾ പറഞ്ഞ സമയം. T2 എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന രണ്ടാമത്തെ സമയം 4 എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തില് ഈ ഒരു ഫോർമുലയിലേക്ക് ഇതൊന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ, നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്ക്. അതായത് 2600 ഇൻറ്റു T2 അല്ലേ, 4 മൈനസ് 2800 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2800 മൈനസ് 2600 ഈക്വൽ ടു 2600 × 4 എത്ര വരാം? ചെയ്ത് നോക്ക്, കാൽക്കുലേറ്റ് ചെയ്യൂ. അതെ, 400 മൈനസ് 28 × 3 എത്ര വരാം? 60, 84 അല്ലേ. 8400 ഡിവൈഡഡ് ബൈ 200 ഈക്വൽ ടു 10400 മൈനസ് 8400 എന്ന് പറയുമ്പോൾ 2000 അല്ലേ. ഒരാരുടെ നിന്നാണ് സ്ക്രീനിൽ പറയണേ? സോറി, ഇവിടെ A2 മൈനസ് A1 അല്ല കേട്ടോ, ഫോർമുലയില് ഒരു മിസ്റ്റേക്ക് വരുന്നതാണേ. നമ്മൾ T2 മൈനസ് T1 കൊടുക്കണം കേട്ടാ. T2 മൈനസ് T1 ഇട്ട് ചെയ്യണേ. T2 മൈനസ് T1 കേട്ടാ. T2 മൈനസ് T1 ഇട്ട് ചെയ്യണേ. T2 മൈനസ് T1. T2 മൈനസ് T1 ഇട്ടാണ് ചെയ്യണ്ടേ. നമുക്കിവിടെ 4 മൈനസ് 3 വരും, ഇവിടെ 1 വരും. ഓക്കെ, 2000/1 ഈക്വൽ ടു 2000 ഉത്തരം വരും. ഓക്കെ ആണോ? ഫോർമുല ഒന്ന് തിരുത്താട്ടാ. T2 മൈനസ് T1 ആണ്, A2 മൈനസ് A1 അല്ല. T2 മൈനസ് T1 ആണ് നമുക്ക് ഉത്തരം വരാം, അല്ല നമുക്ക് ഫോർമുലയിൽ വരാം. ചെയ്തോ എല്ലാവരും? ഓക്കെ, ചെയ്ത എല്ലാവരും? ചെയ്ത് കഴിഞ്ഞാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പൊക്കോട്ടെ. നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞ മെത്തേഡ് നമുക്ക് എളുപ്പമായിട്ട്, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഓർത്ത് വയ്ക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് തന്നെ നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടാ. ഞാൻ ഫോർമുല പറഞ്ഞതേ. ഓക്കെ, അടുത്തേക്ക് പോവാം. ഒരു നിശ്ചിത തുകയ്ക്ക് 5% പലിശ നിരക്കിൽ 4 വർഷത്തേക്കുള്ള പലിശ 48 രൂപ ആയാൽ 5 വർഷത്തേക്ക് 4% പലിശ നിരക്കിലുള്ള പലിശ കാണുക അല്ലെ. ഒരു നിശ്ചിത തുകയ്ക്ക് 5% പലിശ നിരക്കിൽ 4 വർഷത്തേക്കുള്ള പലിശ 48 രൂപ ആയാൽ 5 വർഷത്തേക്ക് 4% പലിശ നിരക്കിലുള്ള പലിശ കാണുക. ഓക്കെ, അപ്പൊ ഇത് ഞാൻ താഴെ ഒരു ട്രിക്ക് കൊടുത്തിട്ടുണ്ട്, അത് അവിടെ അപ്പൊ കൊടുക്കാൻ പാടില്ലായിരുന്നു. 48 ഉത്തരം വരണേ.
അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ കണ്ടുപിടിച്ച് നോക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാം. ആദ്യം ഒരു ട്രിക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു നിശ്ചിത തുകയ്ക്ക് X% പലിശ നിരക്കില് Y വർഷത്തേക്കുള്ള പലിശയും അതേ തുകയ്ക്ക് Y% പലിശ നിരക്കിൽ X വർഷത്തേക്കുള്ള പലിശയും തുല്യമായിരിക്കും. അങ്ങനെ പറയുന്നത് മനസ്സിലായേ? X% പലിശ നിരക്ക് എന്ന് പറയുമ്പോ എത്രയാ? 5%, അല്ലെ? 5% പലിശ നിരക്കില് Y വർഷത്തേക്കുള്ളത്, അല്ലെ? Y വർഷം എന്നിവിടെ പറയുന്നത് എങ്ങനെയാ? 4 വർഷം, അല്ലെ? 4 വർഷത്തേക്കുള്ള പലിശയും അതിവിടെ നമ്മള് 48 രൂപയാന്ന് പറയുന്നുണ്ട്, അല്ലെ? ഓക്കെ. അങ്ങനെ ആയാൽ Y% പലിശ നിരക്ക്, Y% പലിശ നിരക്ക് എന്ന് പറയുമ്പോ എത്ര വരണം ഇവിടെ? Y% പലിശ നിരക്കിൽ എന്ന് പറയുമ്പോ 4% പലിശ നിരക്കില് X വർഷം എന്ന് പറയുമ്പോഴോ, X വർഷം എന്ന് പറയുമ്പോ 5 വർഷം. അപ്പൊ അങ്ങോട്ട് അത്രയും അതിലുള്ള പലിശ നിരക്ക് എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്ന് വെച്ചാല് 48 രൂപ തന്നെ ആയിരിക്കും. കണക്ഷൻ പിടികിട്ടിയോ? അതായത് X% പലിശ നിരക്ക്, അല്ലെ? Y വർഷത്തേക്ക് X% പലിശ നിരക്കും അതേസമയം Y% പലിശ നിരക്കില് X വർഷത്തേക്കുള്ള പലിശയും തുല്യമായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സംശയമാണ്, നിങ്ങൾക്ക് ചെയ്തു നോക്കാം, അല്ലെ? ചെയ്തു നോക്കണോ? സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം. ചെയ്ത് കാണിക്കണോ ഈ പറഞ്ഞ ട്രിക്ക് ശരിയാണോ എന്നുള്ളത്? വേണമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്, കേട്ടാ. അതായത് ഒരു നിശ്ചിത തുകയ്ക്ക് 5% പലിശ നിരക്കില് 4 വർഷത്തേക്ക്, അതായത് 5% പലിശ നിരക്ക് 5% പലിശ നിരക്കില് എത്ര വർഷത്തേക്ക് പറഞ്ഞേ? N 4 N = 4 പലിശ നിരക്ക് എത്രയാണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 48 രൂപയാണ്, അല്ലെ? ഇത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് പറയുന്നത് എന്താ? 5 വർഷത്തേക്ക് 4% പലിശ, അല്ലെ? 5 വർഷത്തേക്ക് 4% പലിശയാണ്. ഓക്കെ, 4% പലിശ പറയുന്നുണ്ട് 5 വർഷത്തേക്ക്. അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് പലിശ നിരക്ക് കാണണം, അല്ലെ? 4% പലിശ നിരക്കിലുള്ള പലിശ കാണണം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? ആദ്യത്തെ കേസ് എടുക്കാം, അല്ലെ? നമ്മള് E = PNR/100 ആണ്. I നമുക്ക് 48 തന്നിട്ടുണ്ട്. P എത്രയാ? P നമുക്ക് അറിയില്ല, P നമ്മൾ കണ്ടുപിടിക്കണം. N 4 6 5 5/100 ആണ്, അല്ലെ? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് P = ഇവിടെ കുറച്ച് കട്ട് ചെയ്തൊക്കെ കളയാൻ പറ്റും. ഇവിടെ 20 പോവും, ഇവിടെ 4 പോവും, 5 പോവും. P = എന്താ പറയാ? P = എത്ര വരും? P = 48 × 5 വരും. എത്ര? 48 × 5 240 രൂപ വരും. അത് 240 രൂപയ്ക്കാണ് എന്ത്? 240 രൂപയാണ് നമ്മുടെ മുതൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? 240 രൂപയ്ക്ക് 4 വർഷത്തേക്ക് 5% പലിശ എന്ന് പറഞ്ഞാൽ 48 രൂപയാണ്. അപ്പൊ നമുക്ക് മുതൽ മനസ്സിലായി, അല്ലെ? നമുക്ക് P എന്ന് പറയുന്നത് 240 രൂപയാന്ന് മനസ്സിലായി. 240 രൂപയ്ക്ക് എന്താണ്? 240 രൂപയ്ക്ക് 5 വർഷത്തേക്കുള്ള 4% പലിശ നമ്മൾ കാണാണ്, അല്ലെ? 240 × 5 × 4/100 ചെയ്യാം. ഓക്കെ, 0 കട്ടായി പോയി. ഇവിടെ 2, ഇവിടെ 2, 24 × 2 എത്രയാ? 48 ഉണ്ട്. ഇവിടെ 48 വന്നു, ഇവിടെ നമുക്ക് 48 കിട്ടി. ക്ലിയർ ആയോ? അത് നമുക്കിത് നമ്മൾ ഈ പറഞ്ഞ ഫോർമുല ഞാനൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. നമുക്കിത് ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റൂൾ ഓർമ്മ വന്നില്ലെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും, കേട്ടോ. ഓക്കെ ആണോ? ചെയ്ത് കഴിയാത്തൊരു ഇത് ചെയ്തു വെച്ചോ. ഇത് മനസ്സിലാവാത്തവരുണ്ട് ഇപ്പൊ ഈ പറഞ്ഞത്? ഇവിടെ എത്രയുള്ള പലിശ നിരക്ക് വർഷം സെയിം നമ്പറാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്നുള്ളൂ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ
നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് കഴിഞ്ഞ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് പോവാം അല്ലേ? നമ്മുടെ കൂട്ടുപലിശ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോവാം. കുറച്ചും കൂടി നമുക്ക് കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ക്ഷമയോടുകൂടി ഇരിക്കുക കേട്ടോ. നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ നമ്മുടെ കൂട്ടുപലിശ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോണത്. പലിശ, കൂട്ടുപലിശ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കണേ? ലോണൊക്കെ എടുത്തിട്ടുള്ളവർക്ക് മനസ്സിലാവും കൂട്ടുപലിശ എന്താന്ന്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും കൂട്ടുപലിശ എന്താന്നുള്ളത്. നമ്മളിപ്പോ ഒരു അതായത് പലിശയ്ക്ക് മേൽ പലിശ കൂട്ടി കൂട്ടി പോണതാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയാം. നമ്മളൊരു തുക എടുത്ത് എത്രയെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ പലിശ നിരക്ക് ഒരു വർഷം നമുക്ക് പലിശ 100 രൂപയാന്ന് വിചാരിച്ചോ. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ പലിശ എന്ന് പറയുന്നത് 100 രൂപയാന്ന് വിചാരിച്ചോ കേട്ടാ. 10% കൂട്ടുപലിശ നിരക്ക്. 10% കൂട്ടുപലിശ നിരക്കാണ് കേട്ടാ. 10% കൂട്ടുപലിശ നിരക്കിലാണ് എന്ന് വിചാരിച്ചോ. സെക്കൻഡ് ഇയറിൽ പലിശ എത്രയായിരിക്കും എന്നറിയോ? ഈ 100 രൂപയാണ് ഫസ്റ്റ് ഇയറിലെ പലിശ. ആ 100 രൂപയുടെ കൂടെ വീണ്ടും എന്ത് ചെയ്യും? 10% പലിശ. ഈ 100 രൂപയ്ക്ക് 10% പലിശ ഈടാക്കും. മനസ്സിലായോ? 100ന്റെ 10% എത്രയാ? 10 രൂപയല്ലേ? 100ന്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 10 രൂപയാണ്. അതായത് എക്സ്ട്രാ ഒരു 10 രൂപയും കൂടെ ആഡ് ചെയ്യും. മനസ്സിലായോ? അപ്പോ എന്തായി? 110 രൂപ. നമുക്ക് എന്താ വരുന്നേ? ഈ 100 രൂപയും അതിന്റെ കൂടെ എക്സ്ട്രാ പലിശയും, ഈ 100 രൂപയ്ക്കുള്ള പലിശയും കൂടി നമുക്ക് വരും. അതാണ് എന്ത്? കൂട്ടുപലിശ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയറിലെ പലിശ എത്രയായിരിക്കും? 110 രൂപയായിരിക്കും. മനസ്സിലായ? ഫസ്റ്റ് ഇയറിലെ പലിശ 100 രൂപയാണെങ്കിൽ സെക്കൻഡ് ഇയറിലെ പലിശ എത്രയായിരിക്കും? നമുക്ക് 110 രൂപയായിരിക്കും. അപ്പൊ ഈ 2 വർഷത്തേക്കുള്ള ആകെ പലിശ എത്രയായിരിക്കും? ആകെ പലിശ എന്ന് പറയുന്നത് 100 + 110 = 210 രൂപയായിരിക്കും. ഇത് സാധാരണ പലിശ നിരക്കിലാണെങ്കിലോ? സാധാരണ പലിശയിലാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 100 രൂപ, സെക്കൻഡ് ഇയറിൽ 100 രൂപ. മനസ്സിലായ? ഇത് സാധാരണ പലിശ നിരക്കിലാണെങ്കിൽ ആകെ പലിശ എത്ര വരും? നമുക്ക് ആകെ 200 രൂപയായിരിക്കും പലിശ വരാം. പക്ഷെ കൂട്ടുപലിശയിൽ എത്ര വരും? 210 രൂപ പലിശ വരും. അതായത് പലിശയ്ക്ക് മേലെ നമ്മൾ പലിശ ആഡ് ചെയ്ത് പോകുന്നതാണ് എന്ത്? കൂട്ടുപലിശ എന്ന് പറയുന്നത്. ഇനി 3-ാമത്തെ വർഷത്തേക്ക് വരുമ്പോൾ സാധാരണ പലിശയാണെങ്കിൽ നമുക്ക് 300 രൂപ വരും. പക്ഷെ ഇതാണെങ്കിലോ ഈ 210 രൂപയില്ലേ, അതുമ്പോ വീണ്ടും അതിന് 10%. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ വർഷത്തെ 100 രൂപ, 2-ാമത്തെ വർഷത്തെ 110 രൂപ, 3-ാമത്തെ വർഷത്തേക്ക് വരുമ്പോഴോ ഈ 110 രൂപയും അതിന്റെ ഒരു 10% കൂടി വീണ്ടും ആഡ് ചെയ്യും. മനസ്സിലാണ്ട? ഇതെല്ലാം കൂടി കൂട്ടുന്നതായിരിക്കും 3-ാമത്തെ വർഷത്തെ പലിശ. അതായത് പലിശയ്ക്ക് മേലെ പലിശ ആഡ് ചെയ്ത് പോകണതാണ് എന്ത്? കൂട്ടുപലിശ എന്ന് പറയുന്നത്. സാധാരണ പലിശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷം ഫിക്സഡ് എമൗണ്ട് ആണ് സാധാരണ പലിശയിൽ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ, മനസ്സിലായോ? ആശയം മനസ്സിലായോ? നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് നമുക്ക് കൂട്ടുപലിശയുടെ ഫോർമുല പഠിക്കാം. കൂട്ടുപലിശയിൽ തുക കാണുന്ന സൂത്രവാക്യം കേട്ടാ. കൂട്ടുപലിശയിൽ തുക കാണുന്ന ഫോർമുല നമുക്ക് എഴുതാം. വെയിറ്റ് ചെയ്യണം, നമ്മുടെ ടാബ് ചെറിയ പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂട്ടുപലിശയിൽ തുക കാണുന്ന വിധാട്ടാ. കൂട്ടുപലിശയിൽ തുക കാണുന്ന വിധം എങ്ങനെയായിരിക്കും? എഴുതാം. എ ഈക്വൽ ടു P × 1 + R/100
ഹോൾ റേസ് ടു n ആണ് വരണേ. അപ്പൊ ഇതിനകത്ത് എ എന്താന്ന് വെച്ചാല് മുതല് പ്ലസ് പലിശയാണ്. അതായത് ഈ ഫോർമുല ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുതലും പലിശ ഒരുമിച്ചുള്ള തുകയാണ് കിട്ടുക കേട്ടാ. പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുതലാണ്, മുതൽ കേട്ടാ. ആർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അഥവാ പലിശ നിരക്ക്. ആർ എന്ന് വെച്ചാല് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, അതായത് വർഷമാണ് വരുന്നത് കേട്ടാ. നമ്പർ ഓഫ് ഇയേഴ്സ് വർഷമാണ് വരണത്. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതാണ് നമ്മുടെ കൂട്ടുപലിശയിലെ തുക കാണുന്ന വിധം, അതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കൂട്ടുപലിശ മാത്രം കാണണമെങ്കിലോ, കൂട്ടുപലിശ മാത്രം കാണാൻ പറയണേ. അപ്പൊ ഈ ഫോർമുല വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുതലും പലിശയും കൂടിയുള്ള തുകയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എ മൈനസ്, അതായത് കൂട്ടുപലിശനെ പറയുന്നത് എന്താണ്? സി ഐ അല്ലെ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് എ മൈനസ് പി ചെയ്യണം. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലും പ്ലസ് പലിശയാണ്, പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതല് മാത്രമാണ്. ഇതൊക്കെയാണോ? ഇത് നമ്മള് വാർഷിക പലിശ പറയുമ്പോൾ ചെയ്യേണ്ടതാണ്. കൂട്ടുപലിശയിൽ തുക കാണാൻ വെച്ചാല് ഇതെങ്ങനെയാണ്? വാർഷിക പലിശ നിരക്കില് കാണുന്നതാണ്. അതായത് ഒരു വർഷത്തേക്ക് നമ്മളോട് എന്ത് പറയും? പലിശ പറയും കേട്ടാ. ഒരു വർഷത്തേക്ക് പലിശ പറയും. യെസ്. ഇനി നമുക്ക് അർദ്ധവാർഷികമായിട്ട് നമ്മൾ കണക്ക് കൂട്ടും, മനസ്സിലായോ? അതായത് 6 മാസത്തേക്കുള്ള കൂട്ടുപലിശ കൂട്ടും. അതായത് 6 മാസം കൂടുമ്പോ കൂട്ടുപലിശയാണ്, കൂട്ടുപലിശ കൂട്ടി പോവാണ്. ഓക്കെ, അപ്പൊ അർദ്ധവാർഷികമായിട്ട് പലിശ കണക്കാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുന്ന വിധം, കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം. അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഡിവൈഡഡ് ബൈ 100, സോറി ആർ ബൈ 2 കേട്ടോ. അർദ്ധവാർഷികല്ലേ? അതായത് പലിശേനെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ പകുതി എടുക്കുള്ളൂ. 4/2n. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ സംഭവങ്ങളും. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. n ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഫോർമുല എഴുതി വെക്കുക. നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ വീണ്ടും ഫോർമുല നമ്മൾ അങ്ങനെ എഴുതി കാണിക്കില്ല. ആർ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഫോർമുല എല്ലാം കൂടി നിങ്ങളുടെ നോട്ട്ബുക്ക് നിങ്ങൾക്ക് ഈ ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ തുടക്കം കിട്ടും. അപ്പോൾ കേട്ടോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ നമ്മുടെ പലിശ പ്ലസ് മുതലാണ്. പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുതലാണ്. ഓക്കെ, 1 പ്ലസ് ആർ ബൈ 2 ഡിവൈഡഡ് ബൈ 100 ഓൾ റൈസ് ടു 2n ആണ്. അപ്പൊ നമ്മള് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പൊ നമുക്ക് എന്ന് പറയുന്നത് വാർഷികമായിട്ട് 6% പലിശ എന്ന് പറയുന്നത് വിചാരിക്കും. വാർഷിക പലിശ എന്ന് പറയാൻ വിചാരിക്കും. അർദ്ധവാർഷികമായിട്ട് വരുമ്പോ നമുക്ക് എങ്ങനെയാ ചെയ്യാം? അപ്പൊ നമ്മുടെ അർദ്ധവാർഷികത്തിന് പലിശ എത്രയായിരിക്കും? 3% ആയിരിക്കും അല്ലെ? അർദ്ധവാർഷിക പലിശ 3% ആയിരിക്കും. മനസ്സിലായോ? നമ്മളിവിടെ r/2 എന്നുള്ളിടത്ത് എങ്ങനെ എഴുതാ? 3% നമുക്ക് എഴുതിയാൽ മതി. കാരണം 6/2 3% വരും. അതുപോലെ അർദ്ധവാർഷികമായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ 2 × n എന്നുള്ളിടത്ത് ഇപ്പൊ ഒരു വർഷത്തേക്കാണ് കാണാൻ പറയുന്നുണ്ടെങ്കിൽ 2 × 1 അല്ലെ? 2 ദൂരം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്തത് നമുക്ക് പാദവാർഷികമായിട്ട് കാണും. പാദവാർഷികമായിട്ട് കാണാന്ന് പറഞ്ഞാൽ ഇത് അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഫ് ഇയർലി ആണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ ഇത് ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി. അടുത്തത് പാദവാർഷികമായിട്ട് കാണുന്നത് പറയാം. പാദവാർഷികം എന്ന് പറഞ്ഞാല് ക്വാർട്ടേർലി. പാദവാർഷികമായി കൂട്ടുപലിശ കാണുന്ന വിധം. പാദവാർഷികം എന്ന് പറഞ്ഞാൽ എന്താ? 3 months കേട്ടാ. വൺസ് ഇൻ 3 months. നിങ്ങക്ക് മലയാളം പറയുമ്പോൾ കിട്ടണമെങ്കിൽ അതൊക്കെ നിങ്ങൾ ചോദിക്കാനുണ്ടാ. ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പിള്ളേർ ചോദിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ മനസ്സിലാവും അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മലയാളത്തിൽ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ പോലും മനസ്സിലാവാണ്ട് ചെയ്യാൻ കിട്ടുന്ന ആൾക്കാർ ചെയ്യാണ്ട് കുത്തിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് ഇതൊക്കെ പറയാൻ പറയണത്. ഇപ്പൊ ക്വാർട്ടേർലിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എങ്ങനെ വരും? എ ഈസ് ഈക്വൽ ടു
പി ഇൻറ്റു 1 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എന്താ ചെയ്യുക 4 ഡിവൈഡഡ് ബൈ 100 ഹോൾ റേസ് ടു എന്ത് വരും നമ്മൾ 4n കൊടുക്കും. മനസ്സിലായോ? 4n ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞ ഇതെല്ലാം നോട്ടേഷനിൽ അങ്ങനെ തന്നെ. 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് കേട്ടോ, വേറെ ഒന്നുമില്ല. n നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഓക്കെ, 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഈ 3 ഫോർമുല ഓക്കെ അല്ലേ? എല്ലാവരും എഴുതി വെച്ചോ? ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മള് വാർഷിക പലിശ, അർദ്ധവാർഷിക പലിശ, പാദവാർഷികം, കൂട്ടുപലിശ കാണുന്നത് പറഞ്ഞു. ഇന്ന് നേരെ ചെയ്യാം. കുറച്ച് ഗുണിക്കാനൊക്കെ ഉണ്ട്. മടുത്തു പോരുത്, വെറുത്ത് പോരുത് കേട്ടോ ഗുണിച്ചിട്ട്. 5000 രൂപ 8% നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശ എത്ര? 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശ എത്ര? കണ്ടുപിടിച്ചോളൂ. A is equal to P into 1 plus R by 100 whole raised to n. P 5000, R 8, n 2. വരും 5000 ഇൻറ്റു 1 പ്ലസ് 8/100 ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 5000 ഇൻറ്റു 1 പ്ലസ് 8/100 നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ശരി, 50000 കേട്ടാ, സോറി, 50000 ആണ് കേട്ടാ. യെസ്, താങ്ക് യു. അപ്പൊ 1 പ്ലസ് 8/100 നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടാ. ഓക്കെ, എങ്ങനെ ചെയ്യും? 1 ഇൻറ്റു 100, 1 ഇൻറ്റു 100 പ്ലസ് 8, ഇവിടെ 1 ഉണ്ട് എന്നാണ് സങ്കല്പം. 8 ഡിവൈഡഡ് ബൈ 100 ഇപ്പൊ എങ്ങനെ വരും? 108/100 എന്ന് വരും കേട്ടാ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 108/100 ഹോൾ സ്ക്വയർ കണ്ടോ, 50000. അപ്പൊ എങ്ങനെ വരും? 50,000 ഇൻറ്റു 108/100 ഇൻറ്റു 108/100. ഇത് നമ്മള് ഗുണിക്കാണ്ടൊരു നിവൃത്തിയില്ല കേട്ടാ. നമുക്കിവിടെ ഈ 100ന്റെ ഈ 2 0 കട്ട് ചെയ്യാം, ഈ 100ന്റെ 2 0 കട്ട് ചെയ്യാം. 108 ഇൻറ്റു 108 ഇൻറ്റു 5 എന്നുള്ളത് നമ്മൾ ഗുണിക്കണം. ഗുണിച്ചോളൂ, ഗുണിച്ചിട്ട് ഉത്തരം പറയും. 108 ഇൻറ്റു 108 ചെയ്തിട്ട് 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതിയാവും. 108 ഇൻറ്റു 108 ഇൻറ്റു ചെയ്തേ. ഞാനും ചെയ്യാം. 108 ഇൻറ്റു 108 വലിയ നമ്പറാണ്, മടി പിടിക്കില്ല കേട്ടോ. മാത്സ് ചെയ്യാനായിട്ട് ഇത്തിരി വിമുഖത ഉള്ളവരൊക്കെ മടി പിടിക്കും ഗുണിക്കണം. ഇത് എളുപ്പമാണ് ഗുണിക്കാൻ. അതിൽ 0 1 ഒക്കെ അല്ലേ വരണേ, എളുപ്പമാണ് ചെയ്യാൻ കേട്ടാ. 8 ഇൻറ്റു 8 64, 4 ബാക്കി 6, 8 ഇൻറ്റു 0 0, 6 6, 1 ഇൻറ്റു 8 8 അല്ലേ. ഇവിടെ മൊത്തം നമുക്ക് 0 വരും. 1 ഇൻറ്റു 8 8, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 3 4, എത്ര വരും? 4 6 8 8 16, 6 ബാക്കി 1 3 2 1 12664 ഇൻറ്റു 5 2 3 ഇത് ഫൈനൽ ആൻസറിലേക്ക് എത്തിയേ.
11,644 അല്ലേ? 11,644. ആൻസർ കിട്ടിയാ? 58,320 അല്ലേ? 3 വരണം. നമ്മളോട് ചോദിച്ച ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുക. ആ, കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കണത് പലിശയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? 50,000 രൂപയാണ് തുക. അപ്പൊ നമുക്ക് മൊത്തം കിട്ടിയത് പലിശയും കൂട്ടുപലിശയും കൂടി 58,320 രൂപയായിരിക്കും. നമുക്ക് കിട്ടേണ്ട കൂട്ടുപലിശ മാത്രം ചോദിച്ചത്. കൂട്ടുപലിശ ഈക്വൽ ടു എത്ര വന്നേ? 58,320 മൈനസ് 50,000 ഈക്വൽ ടു 8,320. ഗുണിച്ചു കഴിയാതെ ഗുണിച്ചു വായോ കേട്ടാ, ഗുണിച്ചു വാ. ഉത്തരത്തേക്ക് എത്താൻ പറ്റി 58,320. ഇത് പിന്നെ ഗുണിച്ചു നോക്കാന്ന് വിചാരിച്ച് വെക്കണ്ട, വെറുതെ ഇരിക്കണ്ട അവിടെ. ഇപ്പൊ തന്നെ ഗുണിച്ചു നോക്കാം. ചിലർ ഞാൻ പിന്നെ ചെയ്യും. ഇനി അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ മടുത്തിട്ട് പഠിക്കണ്ടെന്ന് വിചാരിച്ചു അടുത്ത വർഷം 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ പിന്നെ എടുക്കുള്ളൂ ചിലർ. ഇപ്പൊ തന്നെ ചെയ്യാം, ഇപ്പൊ തന്നെ ട്രൈ ചെയ്യാം, തെറ്റിയാലും കുഴപ്പമില്ല. നമ്മള് സ്കൂളിൽ ചെയ്യണ പോലെ വേഗം അതിൽ എഴുതി കാണിച്ചു, അപ്പൊ അത് വേഗം പകർത്തി വെക്കുക, നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതല്ല, നമ്മൾ ചെയ്ത് തന്നെ പോവാട്ടാ. ഇത് കുറച്ച് പേരെ നേരി കണ്ടില്ലെങ്കിലും എനിക്ക് ആ മെന്റാലിറ്റി മനസ്സിലാവുന്നോട് ഞാൻ പറയുന്നതാണ്, നിങ്ങളത് ചെയ്ത് തന്നെ പോവാ. ഉത്തരത്തേക്ക് എത്താൻ പറ്റിയില്ല. സമയം വേണ്ടവരെന്ന് പറഞ്ഞേ. സമയം വേണ്ടവരുണ്ടാവും. നൂറ്റിയെട്ടിന് 108 ചെയ്തപ്പോ 11,664 കിട്ടിയിട്ടുണ്ടാവും. ഇൻറ്റു 5 ചെയ്യുമ്പോൾ 58,320 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഞാൻ അപ്പൊ അടുത്ത പ്രോബ്ലത്തേക്ക് പോവാണ്. ഗുണിച്ച് ഇത് വേറൊരു വഴിക്ക് ചെയ്തൂടെ? എന്തോ? ഇത് വേറൊരു തരത്തിലും ചെയ്തൂടെ? ഈ പ്രോബ്ലം അല്ലേ ചെയ്യാൻ പറ്റും. ഓരോ വർഷത്തെയും പലിശ കാണുന്ന മെത്തേഡാണോ? അതെ, 50,000ന്റെ 8% നോക്കുമ്പോ 4,000. അതെ, അപ്പൊ അത് 50,000 അതിലേക്ക് വരണുള്ളൂ. അത് പറഞ്ഞുതരാം. ഓക്കെ. അത് പറഞ്ഞുതരാം. ഞാൻ അടുത്തത് പറയാൻ പറയണത്. ശരി. നമ്മള് ഫോർമുല മെത്തേഡ് ഇതാണ്. ഓക്കെ, അപ്പോ ഇതിനടുത്ത മെത്തേഡ് പറഞ്ഞുതരാം കേട്ടോ. അടുത്തൊരു മെത്തേഡ് കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാണ് മെത്തേഡ് ഏതാണോ അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാനിപ്പോ പറയാൻ പോണതായിരിക്കും കൂടുതൽ എളുപ്പമുള്ള മെത്തേഡ്. നമ്മള് 5,000 രൂപ, നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 50,000 രൂപ അല്ലെ? 50,000 രൂപ. 50,000 രൂപയാണ്. നമ്മുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 8% നമുക്ക് 2 വർഷത്തേക്കാണ് നമുക്ക് കാണേണ്ടത് അല്ലെ? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ആദ്യം നമുക്ക് 1 വർഷത്തേക്കുള്ള പലിശ കാണാം. അതായത് നമ്മുടെ ഈ തുടക്കം, നമ്മുടെ ക്ലാസ്സിന്റെ തുടക്കം നമ്മൾ പറഞ്ഞത് ഓർക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ആദ്യം നമ്മൾ ഫസ്റ്റ് ഇയറിലേക്കുള്ള പലിശ കാണാം. ഫസ്റ്റ് ഇയറിലേക്കുള്ള പലിശ എത്രയായിരിക്കും? 50,000 ഇൻറ്റു 8/100 ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇവിടെ 5×8 40, 4,000 രൂപ വരും കേട്ടോ. 4,000 രൂപ വരും ഫസ്റ്റ് ഇയറിലെ പലിശ. നമ്മൾ സെക്കൻഡ് ഇയറിലെ പലിശ നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഈ 4,000 അങ്ങനെ തന്നെ വരും. വീണ്ടും ഈ 4,000 വരും. 4,000ന്റെ 8% കൂടി നമുക്ക് പലിശ വരും. അതായത് 4,000 ഇൻറ്റു 8/100 കണ്ടോ? ഇപ്പൊ എത്ര വരും? 4×8 32, 320. അതായത് സെക്കൻഡ് ഇയറിലെ പലിശ എത്രയാ? 4,320 ആയിരിക്കും സെക്കൻഡ് ഇയറിലെ പലിശ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്ര വന്നു? 4,000 പ്ലസ് സെക്കൻഡ് ഇയറിലെ പലിശ എത്രയാ?
4320. ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? നമുക്ക് 8320 രൂപ പലിശ വരും. ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ് ചെയ്യാനായിട്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിലെ പലിശ കാണുന്നു, സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ എന്താണ്? ഈ 4000 വരും, പ്ലസ് 4000 8% വരും. ആരെങ്കിലും സംശയം ഉണ്ടാ? ഒന്ന് ചെയ്ത് നോക്കിയത്. നമുക്ക് നമ്മുടെ ഫോർമുല മെത്തേഡിനേക്കാളും ഫോർമുല മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാൽക്കുലേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എപ്പോഴും 100ന് മുകളിലുള്ള സംഖ്യ ഇട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ എളുപ്പം എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ആദ്യത്തെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മള് ഫോർമുല ആയിട്ടുള്ള മെത്തേഡ് ഫോർമുല നിങ്ങൾക്ക് പറഞ്ഞു തരണല്ലോ കേട്ടാ. അപ്പൊ ഈ ഒരു എളുപ്പ വഴി കൂടെ നമുക്കിത് ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇട്ട് തരാം. എന്നാ ഇത് ചെയ്തോ? ഇത് ₹20,000 പ്രിൻസിപ്പൽ എമൗണ്ട് 20,000, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%, 2 വർഷത്തേക്ക് അല്ലെ? 2 വർഷത്തേക്ക് ഉള്ള കൂട്ടുപലിശ. ഒന്ന് കണ്ടുപിടിച്ചേ. ഈ ചെയ്ത മെത്തേഡിൽ ചെയ്. ഞാനിപ്പോ രണ്ടാമത് പറഞ്ഞ മെത്തേഡിൽ ഒന്ന് ചെയ്തേ. എത്ര വരും? ഓക്കെ, നീതു ഫ്രാൻസിസ് ആദ്യം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അൻമരിയ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 4200 എന്നുള്ള ഉത്തരത്തേക്ക് എത്തിയ നിങ്ങള്? നമ്മുടെ ഫസ്റ്റ് ഇയറിൽ എത്ര പറഞ്ഞേ? ഫസ്റ്റ് ഇയറിൽ നമ്മള് 20,000 ഇൻറ്റു 10/100 അല്ലേ? എത്രയത്? 20,000ന്റെ 10% നമുക്ക് 2,000 രൂപ വന്നു. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് 2,000 രൂപയും വരും, പ്ലസ് 2,000 രൂപയുടെ 10% വരും. 2,000 രൂപയുടെ 10% എന്ന് പറഞ്ഞാല് 200 രൂപ. 2,000 പ്ലസ് 2,000 4,000, 4,000 പ്ലസ് 200 4,200 വരും. ഓക്കെ, കിട്ടിയത്? ഈ മെത്തേഡാണ് എളുപ്പം എന്ന് വെച്ചാൽ ഈ മെത്തേഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. 8% നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 5,700 രൂപ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് ബാങ്കിൽ നിന്ന് എന്ത് തുക കിട്ടും? ഇപ്പൊ ചെയ്ത മെത്തേഡിൽ നിങ്ങൾ ചെയ്തു. 8% നിരക്കിൽ അല്ലെ? R=8, പ്രിൻസിപ്പൽ എമൗണ്ട് 5,700 രൂപ, N=5. എല്ലാവരും സമാധാനമായിട്ട് ക്ലാസ്സിൽ ഇരുന്നോട്ടെ. നാളെ സ്കൂളൊന്നും ഇല്ല. നിങ്ങൾ മെസ്സേജ് കണ്ടിരുന്ന? നാളെ എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ അവധിയാണ്. നാളെ പിള്ളേരുള്ളവർക്കൊന്ന് രാവിലെ സ്കൂളിൽ വിടണ്ട. ഇപ്പൊ ചെയ്ത പോലെ നമുക്ക് ചെയ്യാം കേട്ടാ.
ഉത്തരം വരട്ടെ. ഫസ്റ്റ് ഇയറിൽ നമ്മള് 5700. അയ്യോ, N 2 വർഷമാണല്ലോ അല്ലെ? ഞാനിവിടെ എഴുതി വെച്ചേക്കണത് 5 വർഷം എന്നൊക്കെ. ഞാനെന്താ 5 വർഷം എന്ന് എഴുതിയേ? 5700 ഇൻറ്റു 8/100. 57 ഇൻറ്റു 8. 5 40 45 456 രൂപ വരും. പിന്നെ ഉത്തരം വന്നില്ലല്ലോ. ഫസ്റ്റ് ഇയർ 456 രൂപ വരും. സെക്കൻഡ് ഇയർ വരുമ്പോ ഈ 456 രൂപയും പ്ലസ് 456ന്റെ 8% വരും അല്ലേ? 456ന്റെ 8% എന്ന് പറയുമ്പോൾ നമുക്ക് 456ന്റെ 8 ചെയ്തിട്ട് അടിയിൽ 2 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി അല്ലേ? 4 48 8 ബാക്കി 4 8 40 4 44 4 ബാക്കി 4 4 32 4 36 3647 ഡിവൈഡ് ബൈ 100 ആണെങ്കിൽ 36.48 36.48 വരും. അപ്പൊ എത്ര ആഡ് ചെയ്യാം? 456 പ്ലസ് 456 36.48 8 4. ഇപ്പൊ ഡെസിബൽ എങ്ങനെ കൂട്ടാന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ടാ? കുത്തൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്യാം കേട്ടാ. 6 6 12 12 6 18 8 ബാക്കി 1 3 4 5 4 9 5 9 14 4 ബാക്കി 1 4 4 8 8 1 9 948.48. ഇനി നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? പലിശ അല്ലെ? അതായത് കൂട്ടുപലിശ. കൂട്ടുപലിശ കിട്ടി. നമ്മൾ കാണേണ്ടത് എന്താണ്? ആകെ തുക. നമ്മൾ കാണേണ്ടത് എ ആണ്. നമുക്ക് ഉത്തരം കാണേണ്ടത് എ കാണാനായിട്ട് എന്ത് വേണം? 5700. ഉത്തരം വന്നിവിടെ. ഉത്തരം ആരും തന്നിട്ടില്ലല്ലോ. 5700 അല്ലെ? പ്ലസ് 948.48 8 8 4 8 4 9 7 10 16 6 ബാക്കി 1 6 6648.48. പോയിന്റ് ഒക്കെ വന്നപ്പോ നിങ്ങക്ക് കുടിക്കാനും ഹരിക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നിയാ? ഇവിടെ 456ന്റെ 8/100 ചെയ്യുമ്പോഴേ 456ന്റെ 8 ആദ്യം ചെയ്തിട്ട് നിങ്ങള് അടിയിൽ 2 കുത്ത് സ്ഥാനം നീക്കി 2 കുത്തിട്ടാ പോരെ. 100 താഴേക്ക് കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. അപ്പൊ ഇതിന് കുറെ സമയം പോകും. സിമ്പിൾ ആയതുകൊണ്ട് അത് ഇൻറ്റു ചെയ്തിട്ട് അടിയിൽ 2 കുത്തിട്ടാ മതി. അല്ലെങ്കിൽ ഡെസിമലൊക്കെ ഇട്ട് ഹരിച്ച് നിങ്ങൾ ഒരു വഴിക്ക് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ആരെങ്കിലും നിങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു വായോ. ഹലോ പറഞ്ഞോ. മേഡം, ഒരു സംശയം ചോദിച്ചോട്ടെ? ആ പണ്ട് തൊട്ട് പഠിക്കുമ്പോ തൊട്ടുള്ള ഒരു സംശയമാണ്. ആ ഇപ്പൊ ഇവിടെ 8% എന്ന് പറഞ്ഞല്ലോ. പോവാ. അപ്പൊ 100ന്റെ എന്ന് പറയുമ്പോൾ 100 രൂപയ്ക്ക് 8 രൂപ എന്നുള്ള കണക്കില്ല. സംശയം 100 രൂപയ്ക്ക് 8 രൂപ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ വരുന്നത്. അല്ല, നമ്മള് 1000 രൂപയ്ക്ക് എന്നുള്ള ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ, കുറച്ച് ബേസിക് അത്ര പോരാ. ബേസിക് അത്ര പോരാ, അതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഓക്കെ, അത് എന്തായാലും നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്തായാലും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഈ വാല്യൂസ് ഇട്ട് കൊടുത്ത് ഉത്തരം കിട്ടും. പിന്നെ നമ്മൾ പ്രത്യേകം പറയും ഒരു മാസത്തേക്ക് ഇത്ര രൂപ പലിശ എന്ന് നമുക്ക് പ്രത്യേകം അങ്ങനെ ചെയ്യേണ്ട പ്രോബ്ലംസിനാണ് തരും. ഒരു മാസത്തേക്ക് ഇത്ര നിരക്ക് പലിശയാണ് എന്ന് പറഞ്ഞിട്ട് തരും. നമ്മൾ ആ ലെവലില് കണക്കാക്കണം. മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നാ? ഇല്ല, എനിക്ക് ഈ സൂമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കേറാൻ പറ്റിയില്ല. ഓക്കെ, സൂമില് ഇന്ന് കയറാൻ പറ്റിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാസത്തേക്ക് ഇത്ര പലിശ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു വർഷത്തേക്ക് കാണാനായിട്ടുള്ള പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. റെക്കോർഡിംഗ് ഒന്നും കാണണേന്റെ കണ്ടോളൂ. അത് കാണാൻ വേണം. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ പ്രത്യേകം നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ടാവും. അല്ല, ഈ 8% എന്ന് പറയുമ്പോൾ 8 രൂപ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് 8 രൂപ എന്നുള്ള നിരക്കില്ല. 100 രൂപയ്ക്ക് പലിശ 8 രൂപ അല്ലേ? ഓക്കെ. അത് അങ്ങനെ അങ്ങനെ നമുക്ക് പറയാം. അതായത് 100 രൂപ ആ ലെവലിൽ വരാം. മാക്സിമം 100 വരെയല്ലേ വരുള്ളൂ? എന്തോ? മാക്സിമം 100 വരെയല്ലേ വരുള്ളൂ, 100 കൂടില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ബാക്കിയുള്ള ചെയ്ത് കഴിഞ്ഞാ 100 രൂപയ്ക്ക് 8 രൂപ എന്ന് വരക്കില്ല. അപ്പൊ നമ്മൾ ഇതിപ്പോ 5700 രൂപ എന്ന് പറയുമ്പോ 57 നൂറുകൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ 57 × 8 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പലിശയുടെ ഇത് നമുക്ക് കിട്ടും, ഒരു വർഷത്തേക്കുള്ളത്. മനസ്സിലായ? 57 × 8 ചെയ്ത് നോക്കി 456 നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? കിട്ടും 100 രൂപയ്ക്ക് 8 രൂപ പലിശ എന്നുള്ള കണക്കില്. അടുത്ത പ്രോബ്ലത്തേക്ക് പോട്ടെ. അടുത്തേക്ക് പോവാം. ഓക്കെ, അടുത്തത് നമുക്ക് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കില് ഒരാൾ 8000 രൂപ നിക്ഷേപിച്ചു. എന്താ 2 വർഷം കൊണ്ട് 9680 രൂപ ആയാൽ പലിശ നിരക്ക് എത്ര? കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കില് 8000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കൊണ്ട് 9680 രൂപ ആയാൽ പലിശ നിരക്ക് എത്ര? തന്നെ ചെയ്യാൻ നോക്കിയേ. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 8000 രൂപയാണ്. നമ്മുടെ N എന്ന് പറയുന്നത് 2 വർഷമാണ് അല്ലേ? അത് അയാളുടെ A എന്ന് പറയുന്നതാണ് 9680. അതായത് മുതൽ പലിശയും കൂടിയിട്ട് അത്രയും വന്നു. നമ്മളോട് പറഞ്ഞേക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? ഓക്കെ, ഇങ്ങനെ കാണാം. നമ്മുടെ ഫോർമുലയിലേക്ക് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടാ. നമ്മുടെ ഫോർമുലയിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് A ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + R/100 ഹോൾ റേസ് ടു N ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് A നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതായത് 9680 ഈക്വൽ ടു എത്ര വരും? P നമുക്ക് തന്നിട്ടുണ്ട് 8000. 8000 ഇൻറ്റു 1 + R നമുക്ക് അറിയില്ല, R നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് N തന്നിട്ടുണ്ട്, N നമുക്ക് 2 വർഷം തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? നമ്മൾ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് നമുക്ക് ഫൈനലി നമുക്ക് R ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തണം. ഓക്കെ, ഇവിടെ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഈ 8000 എന്ത് ചെയ്യാൻ പറ്റും? 8000 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. 8000 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 9680 ഡിവൈഡഡ് ബൈ 8000. അതായത് ഇൻറ്റു 8000 എന്താവും ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോ? ഡിവൈഡഡ് ബൈ 8000 ആവും. ഈക്വൽ ടു 1 + R/100 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ക്വയർ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാൻ നോക്കാം. 9680 ഡിവൈഡഡ് ബൈ 8000 നമുക്ക് ഒന്ന് ചെറുതാക്കാൻ നോക്കാം അല്ലേ? ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പൊ എന്ത് വരും? ഇവിടെ നമുക്ക് ഒന്ന് ചെറുതാക്കാം. ഇവിടെ 2 കൊണ്ട് നോക്കാം, 400 വരും. ഇവിടെ 4 × 8 16, 2 × 16, 4 × 8 എന്ത് വരും? 484 ഡിവൈഡഡ് ബൈ 400 എന്ന് വരും. 1 + R/100 ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ക്വയറിന് നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അതായത് ഈ സ്ക്വയറിന് നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ഇവിടെ റൂട്ട് വരും. അതായത് √484
ഡിവൈഡഡ് ബൈ 400 ഈക്വൽ ടു 1 പ്ലസ് ആർ ബൈ 100 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് 484/400 കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 484 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്, 400 ഒരു സ്ക്വയർ ആണ്. നിങ്ങൾ എല്ലാവരും 30 വരെയുള്ള സ്ക്വയറുകൾ നമ്മൾ പഠിച്ചിരിക്കണം, നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ 484 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ ആണ്? 484 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 22 ആണ്. 22 ഡിവൈഡഡ് ബൈ എന്ത് വരും? 20. 400 എന്താണ് 20? 20 × 20 400 ആണ് കേട്ടാ. 22/20 ഈക്വൽ ടു 1 പ്ലസ് ആർ ബൈ 100 ആണ് നമുക്ക് വരണത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 6 ഈക്വൽ ടു എന്നുള്ളത് ഫൈനലി വരണം. നമുക്ക് ഇവിടുന്ന് 1 നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ 22/20 ഇവിടുത്തെ +1 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ -1 ആവും, ഈക്വൽ ടു r/100 എന്ന് വരും. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 22 മൈനസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, നേരത്തെ ചെയ്തോണം. അപ്പൊ എന്ത് വരും? 22 മൈനസ് നമ്മൾ ഇവിടേക്ക് ചെയ്യാം അല്ലേ? ഇവിടെ നമ്മൾ 1 ഉണ്ടെന്നാണ് വിചാരിക്കണേ, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, 22 മൈനസ് 20 ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു r/100 വരും. അപ്പൊ എങ്ങനെ ചെയ്യാം? 2 ഡിവൈഡഡ് ബൈ 20 അല്ലേ? 2/20 ഈക്വൽ ടു r/100. നമുക്ക് r ഈക്വൽ ടു നമുക്ക് എന്ത് വരും? r ഈക്വൽ ടു ഈ ഡിവൈഡഡ് ബൈ 100 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? ഇൻറ്റു 100 ആവും. അതായത് 2/20 ഇൻറ്റു 100 ആവും. ഓക്കെ, നമുക്കിവിടെ 100ൽ 20 5 പ്രാവശ്യമാണ്. 5 × 2 10% നമുക്ക് ഉത്തരം വരും. ഓക്കെ ആണോ? ഒന്നുകൂടി പറഞ്ഞു തരട്ടെ? ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ സാധാരണ ഫോർമുലയിലേക്ക് നമ്മൾ ഇവിടെ ഇട്ടു അല്ലേ? 1 പ്ലസ് r/100 ഓൾറേസ്റ്റ് നമ്മൾ ഇട്ടായിരുന്നു. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ 9680 ഈക്വൽ ടു 8000 ഇൻറ്റു 1 പ്ലസ് r/100 ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്തു. ഈ 9000 നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഈ 8000നെ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇൻറ്റു 8000 ലെഫ്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ ഡിവൈഡഡ് ബൈ 8000 ആയി. അപ്പൊ 9680 ഡിവൈഡഡ് ബൈ 8000 നമ്മൾ എന്ത് ചെയ്തു? കട്ട് ഷോർട്ട് ചെയ്തപ്പോൾ 484/400 കിട്ടി, ഈക്വൽ ടു 1 പ്ലസ് r/100 ഹോൾ സ്ക്വയർ. നമ്മൾ ഈ സ്ക്വയറിനെ എന്ത് ചെയ്തു? ഇപ്പുറത്തോട്ട് കൊടുത്തു. ഈ സ്ക്വയറിനെ ഇപ്പുറത്തോട്ട് സ്ക്വയർ വന്നപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ടായി. അപ്പം നമുക്ക് 484 സ്ക്വയർ റൂട്ട് 22, 400ന്റെ 20 ആണ്. അപ്പം നമ്മളതിൻ്റെ സ്ക്വയറിൻ്റെ പുറത്തേക്ക് എടുത്തു. 22/20 ഈക്വൽ ടു 1 പ്ലസ് r/100 എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഈ +1 നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, അത് -1 ആയി. 22/20 -1 ഈക്വൽ ടു r/100 വന്നു. നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ 22 അല്ലേ? 1 × 22 മൈനസ് 1 × 20 20 ഡിവൈഡഡ് ബൈ 20 വന്നു, ഈക്വൽ ടു r/100. അപ്പോൾ ഇവിടെ 22 - 20 2 ആണ്. 2/20 ഈക്വൽ ടു r/100 വന്നു. r ഈസ് ഈക്വൽ ടു എന്ത് വന്നു? r ഈസ് ഈക്വൽ ടു ഈ 100 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 100 ആവും. 2/20 ഇൻറ്റു 100. അത് ചെയ്തപ്പോൾ നമുക്ക് 10% ഉത്തരം കിട്ടി. ഓക്കെ, ഓക്കെ ആണോ? ഈ പ്രോബ്ലത്തിലൂടെ നമുക്ക് ഇന്നത്തെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ അടുത്ത പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അല്ല, എനിക്കിനി എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ടോ? മാഡം, ആ, നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്ന കുറച്ചുകൂടെ സിമ്പിൾ ആക്കി പറയാനല്ലേ? അതായത് രൂപേനെ ഇൻട്രസ്റ്റ് പലിശയുടെ തുകേനെ എന്തോ
പലിശേന്റെ രൂപയുണ്ടല്ലോ, തുക. ആ അതിനെ എളുപ്പമായി പറയാനല്ല, അതിനെ റേറ്റ് ആയിട്ട് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ആ ഇപ്പോ ഇത്ര രൂപയാണ് പലിശ എന്ന് പറയുന്നതിനെ നമ്മൾ ഇത്ര ശതമാനം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതെ, നമുക്ക് തുക എത്രയായാലും നമുക്ക് നിരക്ക് പറയാലോ. എപ്പോഴും നമുക്ക് തുക എത്രയെന്ന് പറയാൻ പറ്റില്ലല്ലോ, ആ അല്ല, അല്ലെ? കുറച്ചുകൂടി നമ്മളിപ്പോഴും എളുപ്പത്തിൽ ആ പറയാൻ അതെ വേണ്ടിയിട്ടാ. അതെ അതെ, എളുപ്പത്തിൽ മനസ്സിലാവും. അതെ, അപ്പൊ ഈ 100% പലിശ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരുന്നത്? പലിശ അറിയാത്തോണ്ട് ചോദിച്ചാണ്. മുതലിന്റെ അത്രയും തന്നെ പലിശ വരും. 100 രൂപയ്ക്ക് 100 രൂപ പലിശ വരും. ഫുൾ മുതലിന് എമൗണ്ട്, നമ്മുടെ ഒപ്പം. ഫുൾ എമൗണ്ട് 50,000 രൂപയാണെങ്കിൽ 50,000 രൂപയ്ക്ക് 50,000 രൂപ പലിശ വരും. ഓ, അങ്ങനെയല്ലേ? 100% എന്ന് പറയുമ്പോൾ ആ പ്രിൻസിപ്പൽ എമൗണ്ട് അത്രയും തന്നെ നമുക്ക് പലിശയാണല്ലോ വരണത്. ഉം, ഉം. ആ പലിശ എന്ന് പറയുമ്പോ ഒരു എന്താ പറയുക, ഒരു അധിക തുകയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒപ്പം വരുന്നത്? അതെ, അപ്പൊ പലിശ നമ്മളിപ്പോ 50,000 കടെടുത്തു, 100% പലിശക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മള് ഇരട്ടി തുക തിരിച്ചടയ്ക്കണ്ടേ? 1,00,000 രൂപ തിരിച്ചടയ്ക്കണ്ടേ? ആ, അതായത് 50,000 മുതലും ഒപ്പം പലിശയും കൂടി 50,000. അപ്പൊ ആ 50,000 ആകുമ്പോൾ 1,00,000 ആയി. ശരിയാ. തിരിച്ചടയ്ക്കണ്ടേ? ആ, ശരിയാ. അതെ. അപ്പൊ ഇരട്ടി പൈസയാവും, ഡബിൾ ഇരട്ടിയാവും. ഡബിളാവും. അതെ, ഉം. ഈ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ 2 വർഷം തൊട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ ആ കൂട്ടുപലിശ ക്ലാസ്സിൽ 2 വർഷം ആകുമ്പോൾ വരുന്ന പലിശയാണ് കൂട്ടുപലിശ. ശരിക്കും പലിശയ്ക്കും പലിശ അല്ല, അല്ലേ? കൂട്ടുപലിശ നമുക്ക് 3 മാസം കൂടുമ്പോൾ കൂട്ടുപലിശ കൂട്ടാം. വേണമെങ്കിൽ മാസത്തിൽ കൂട്ടാം, അല്ലെങ്കിൽ വർഷാവർഷം കൂട്ടാം. അങ്ങനെ അതെങ്ങനെയാണോ പറയുന്നതനുസരിച്ച്. നമ്മളിപ്പോ ചെയ്ത പ്രോബ്ലത്തിൽ വാർഷിക കൂട്ടുപലിശയാണ്. നമ്മൾ ഉം. പാദവാർഷികം, ക്വാർട്ടേർലിയും ഹാഫ് ഇയർലിയും ചെയ്തപ്പോ ക്ലാസ്സിൽ കയറിയിരുന്നു. അപ്പോ ഞാൻ ഈ പകുതി വെച്ച് ഈ ക്ലാസ് എനിക്ക് കിട്ടി. ഞാൻ കുറെ അതെ, നേരം നമ്മുടെ അർദ്ധവാർഷികം നമ്മൾ ഫോർമുല ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ ഉം, നോട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് നോക്കി ഒന്ന് എഴുതിയെടുത്തോളൂ. നമ്മള് ഉം, 6 മാസം ഉള്ള പലിശ, കൂട്ടുപലിശ കാണണതും നമ്മൾ ചെയ്തു. 3 ഉം. മാസം കൂടുമ്പോൾ ചെയ്യണത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സാമിന് ഇപ്പൊ നമുക്ക് പ്രോബ്ലം വരുന്നത് അർദ്ധവാർഷികം, പാദവാർഷികം, വാർഷികം. ഇപ്പൊ ഈ സാധാരണ പലിശന്റെ ഒപ്പം തന്നെ വീണ്ടും പലിശ കൂട്ടുന്നതാണ് കൂട്ടുപലിശ എന്നോട് ഉദ്ദേശിച്ചത്. ഒന്ന് അതെ, എക്സ്പ്ലെയിൻ ചെയ്യും. സാധാരണ പലിശയുടെ കൂടെ സാധാരണ പലിശയാണെങ്കിൽ എല്ലാ വർഷവും ഫിക്സഡ് എമൗണ്ട്. അപ്പൊ ആദ്യത്തെ വർഷം എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ ഈ പോർഷൻ കഴിഞ്ഞ് കാണുന്നു വിചാരിക്കും, അല്ലെ? അതായത് നമ്മളിതാ അതെ. ഇവിടെ നോക്കി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇതാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത്. ഫസ്റ്റ് ഇയറിലെ ഉം, പലിശ 100 രൂപയായിരിക്കും. ഉം, സെക്കൻഡ് ഇയറിലെ പലിശ നമുക്ക് 100 രൂപ. ഇപ്പൊ ഞാനൊരു 10% പലിശക്കാണെങ്കിൽ, അല്ലെ? ഉം, അപ്പൊ ഉം, സെക്കൻഡ് ഇയറിൽ നമ്മൾ വരുമ്പോൾ ഈ 100 രൂപ പലിശയോടെ എക്സ്ട്രാ 10% പലിശയും കൂടി കൂടും. ഉം, സെക്കൻഡ് ഇയറിലെ പലിശ 110 രൂപയായിരിക്കും. അപ്പൊ ആകെ ഉം. പലിശ 2 വർഷത്തേക്ക് 100 പ്ലസ് 200. 110 സമം 210 രൂപയായിരിക്കും. ഉം. ഇനി സാധാരണ പലിശയാണെങ്കിലോ, ഫസ്റ്റ് ഇയറിൽ 100, സെക്കൻഡ് ഇയറിൽ 100, ആകെ 200 രൂപയായിരിക്കും നമുക്ക് പലിശ വരാം. മനസ്സിലായോ? ആ, സെക്കൻഡ് ഇയറിലാവുമ്പോൾ 100 കൂട്ടുപലിശയിലാവുമ്പോൾ 210 രൂപ വരും. ഇവിടെ ഈ 100 ഉദ്ദേശിച്ച രൂപയാണോ അതോ ശതമാനമാണോ? അല്ല, പൈസ ഇത് അല്ലേ? ഇത് ഇതിനൊരു റാൻഡം ആയിട്ട് ഒരു നമ്പർ എടുത്താ 100 രൂപ. 100 രൂപ 100 രൂപ ഫസ്റ്റ് ഇയറിൽ 100 വെച്ചിട്ടാണ്. രൂപയാവും. അതെ അതെ, അതായത് ഏതോ ഒരു സെക്കൻഡ് എമൗണ്ടിന് ഇയറിൽ 10% നിരക്കിൽ വന്നത് 100 രൂപ. 100 ഇവിടെ രൂപ. ഇപ്പൊ 1000 രൂപ ഇപ്പൊ എമൗണ്ട് എടുത്താൽ, തുക നമ്മൾ 1000 രൂപ എടുത്താൽ 1000 രൂപയ്ക്ക് 10% എന്ന് പറയുന്നത് 100 രൂപയാണല്ലോ. 100 രൂപ. അങ്ങനെ അത് സാധാരണ ഉം, പലിശയിലാണെങ്കിൽ 100+100+ കൂട്ടിപ്പോവും. ഉം, കൂട്ടുപലിശയിലാവുമ്പോ പലിശയ്ക്ക് മേല് പലിശ, ആ പലിശയ്ക്കും പലിശ നമ്മൾ ഈടാക്കും. അല്ലാണ്ട് നമ്മൾ ആ തുകയ്ക്ക് മാത്രമല്ല. ഉം. മനസ്സിലായോ? ഫസ്റ്റ് ഇയറിൽ 100 രൂപയ്ക്ക്, സെക്കൻഡ് ഇയറിൽ ആ 100 രൂപയ്ക്കും കൂടി പലിശ ഈടാക്കും. അങ്ങനെ വീണ്ടും 100 രൂപ തേർഡ് ഇയർ കൂട്ടി വരുമ്പോ കൊടുക്കും. ഈ 110ഉം എന്താണ് ചെയ്യാ, ഈ 110ന്റെ കൂടെ നമ്മള് 10% കൂടി ആഡ് ചെയ്യും. മനസ്സിലായോ? അതിനൊരു ഇതുണ്ടോ? അതായത് ഞാൻ ചോദിക്കുന്നത്, അതായത് ഇപ്പോ ഒരു സീക്വൻസ് ഓർഡർ ഉണ്ട് ഇപ്പോ. അതായത് ഇപ്പോ 2, 4, 6, 8, 10 എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ഓർഡറിലാണോ പോകുന്നത്, അതോ തോന്നിയ രീതിയിൽ അവർ കയറ്റി കൊടുക്കുന്നത്, ഇട്ട് അല്ല കൊടുക്കുന്നതാണോ? നമുക്ക് പലിശ നിരക്ക് എത്രയാണോ അത് 10% പലിശ എന്ന് പറഞ്ഞാൽ 10% വെച്ചിട്ടേ കയറുള്ളൂ. ഉം. അതിനാണല്ലോ പലിശ നിരക്ക് പറയണേ. ആ നിരക്കിലേ കയറാൻ പാടുള്ളൂ. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ ഇപ്പോ ഇത്ര ശതമാനം പലിശ, സെക്കൻഡ് ഇയറിൽ വീണ്ടും ആ അത് കൂടുമ്പോ ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു, ഇപ്പൊ നമ്മളിപ്പോ ഈ സംഖ്യാ അത് പാറ്റേൺ ഒക്കെ പഠിക്കുന്ന പോലെ അങ്ങനെ അത് എന്തെങ്കിലും ഉണ്ടോ? നമ്മള് അതങ്ങനെ പ്രത്യേകം ക്ലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. സെക്കൻഡ് ഇയറിൽ പലിശ ഇത്രയാണ് കൂട്ടാന്നുണ്ടെങ്കിൽ, ഓരോ വർഷം വ്യത്യസ്തമായ പലിശ ആണ് സംവിധാനം ആണെങ്കിൽ അങ്ങനെയല്ലേ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ നമുക്ക് പലിശ ഇത്രയ്ക്കാണ് സെക്കൻഡ് ഇയറിൽ, തേർഡ് ഇയറിൽ ഇത്രയാണെന്ന്
തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. ഉം. അതെ, അങ്ങനെ ചെയ്യേണ്ടി വരും. ഓ ഓക്കെ, അങ്ങനെയല്ലേ. അതെ. ആ ഓക്കെ, നമ്മുടെ ക്ലാസ് നമ്മള് വൈൻഡപ്പ് ചെയ്യുന്ന സമയം ഒന്ന് റെക്കോർഡിംഗ് ഒന്ന് കാണണേ, നോട്ട് നോക്കിയിട്ട്. അപ്പൊ പഴയ ഡൗട്ട് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം സെറ്റ് പഴയ ആവില്ലേ? ക്ലാസ് നമ്മൾ ഇന്നിപ്പോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ അത് ഇതിൽ ഫസ്റ്റ് ക്ലാസ് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗ്രൂപ്പിലേക്ക് ലിങ്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ വന്നിട്ട് നമ്മുടെ കോർഡിനേറ്റർ ഡയാന മിസ്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ആ ഓക്കെ, എനിക്ക് ഓക്കെ ബേസിക് കുറച്ച് അത്ര പോരാ, അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചു. ക്ലാസ് ഒന്ന് കേട്ട് കഴിഞ്ഞ് ക്ലാസ്സിലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ശരിയാവും കേട്ടാ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ താങ്ക് യു.